ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് ഗണപതിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഭാരതത്തിൽ എല്ലാ ശുഭകാര്യങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഗണേശ പൂജയിലൂടെയാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പ്രഥമ സ്ഥാനീയനായിട്ട് ഗണപതിയെയാണ് നമ്മൾ പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഗണേശൻ വിഘ്നേശ്വരനാണ്, എല്ലാ വിഘ്നങ്ങളും അകറ്റുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയെ. വിഘ്നനിവാരണത്തിനായി എല്ലാറ്റിനും ആദ്യം പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ടതും പ്രസിദ്ധവുമായ ശ്ലോകമാണിത്. ചന്ദ്രബിംബ സമാനമായിട്ടുള്ള നിറത്തോടു കൂടിയവനും വെള്ളപ്പട്ട് ധരിച്ചവനും 4 കൈകളോട് കൂടിയവനുമായ വിഷ്ണുവിനെ എല്ലാ വിഘ്നങ്ങളുടെയും ശമനത്തിനായി ധ്യാനിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. വിഷ്ണു എന്നത് ഇവിടെ പ്രസന്നവദനൻ്റെ വിശേഷണമായി കണക്കാക്കാം. വിശ്വത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ഗജാനനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ചന്ദ്രൻ്റെ നിറമുള്ള ദേഹത്തോടു കൂടിയവനും 4 കൈകളുള്ളവനും വെള്ളപ്പട്ട് ധരിച്ചവനും സർവവ്യാപിയുമായിട്ടുള്ള ഗണേശനെ വിഘ്നനിവാരണത്തിനായി ധ്യാനിക്കണം എന്നർത്ഥം. ഗജാനനായിട്ടുള്ള ഗണപതി സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. ഇത് പത്മപുരാണത്തിലെ കഥയനുസരിച്ചാണ് പറയുന്നത്. ഗണേശനിലൂടെയാണ് നമുക്ക് സിദ്ധിയും ബുദ്ധിയും ലഭിക്കുന്നത്, ക്ഷേമവും ലാഭവും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഭാര്യമാർ സിദ്ധിബുദ്ധി ആണെന്നും അതേപോലെ പുത്രന്മാർ ക്ഷേമവും ലാഭവുമാണെന്നും പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര എന്ന് കാണാൻ സാധിക്കും. ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധസമയത്ത് ലളിതാദേവി പരമേശ്വരൻ്റെ മുഖത്തു നിന്നും ഗണേശനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാർവതീദേവി തൻ്റെ അംഗരാഗം കൊണ്ട് സൃഷ്ടിച്ചതാണ് ഗണേശൻ എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ആലസ്യം, അതുപോലെ തന്നെ ആധി, ഭയം, സംശയങ്ങൾ, നിദ്ര, അതുപോലെ എല്ലാറ്റിലും പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഉള്ള തടസ്സങ്ങളാണ്. ഗണപതിയുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജം നമ്മുടെ ഉള്ളിലെ തന്നെ ഇപ്രകാരമുള്ള ശത്രുക്കളെ എല്ലാം മാറ്റിത്തരും. അതിനായി നാം ഗണേശനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഭഗവാൻ ഓംകാര സ്വരൂപനാണ്, മൂലാധാര ചക്രത്തിൻ്റെ പ്രഭുവാണ്. അപ്പോൾ അത് വേദമന്ത്രങ്ങളുടെ തന്നെ പ്രഭുവാണ്, അഭിവൃദ്ധിയുടെ ഒരു അടയാളമാണ്. ഗണേശനാലാണ് അർത്ഥം മനസ്സിലാക്കി വ്യാസഭഗവാനിൽ നിന്നും മഹാഭാരതം എഴുതിയത്. അപ്പോൾ നമുക്ക് പറയാം ഭഗവത്ഗീത തന്നെയും ഗണേശനാൽ എഴുതപ്പെട്ടതാണ്. എല്ലാ ശക്തിയുടെയും കേന്ദ്രമാണ് ഭഗവാൻ. കാരണം ശിവശക്തിയുടെ ഒരൈക്യരൂപമാണ്. ഗണപതി ഹോമം തന്നെ ചെയ്യുന്ന ഹോമകുണ്ഡം നമ്മൾ നോക്കിയാൽ ഒരു ചതുരത്തിലുള്ളതാണ്. നമ്മുടെ മൂലാധാരത്തിൻ്റെ ആ ഒരു ഷെയ്പ്പ് എന്ന് പറയുന്നതും ചതുരാകൃതിയാണ്, ആകൃതി ചതുരമാണ്. ആ മൂലാധാരത്തിൻ്റെ ദേവത ഗണേശനാണ്. അവിടെ ചുവന്ന നിറമുള്ള 4 ഇതളുകളുള്ള താമരയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഗണേശനും നമ്മൾ കൊടുത്തിരിക്കുന്നത് സിന്ദൂരവർണ്ണനായിട്ടാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആ മൂലാധാരം ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗണേശ രൂപത്തിലെ അടയാളങ്ങളുടെ സങ്കല്പങ്ങൾ നമ്മൾ നോക്കിയാൽ വലിയ ചെവികൾ കാണാൻ സാധിക്കും. ശ്രവണശേഷിയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഭഗവാൻ ഉൾക്കൊള്ളുന്നു. അതുപോലെ പാശമുണ്ട്. ആശയാകുന്ന കുതിരകളെ പാശം ഉപയോഗിച്ച് നിയന്ത്രിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ആ പാശം ഉപയോഗിച്ച് തന്നെ നമ്മെ മോക്ഷപ്രാപ്തിയിലേക്ക്, ഭഗവാനിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അങ്കുശമാണെങ്കിൽ ആത്മസംയമനത്തിൻ്റെ അടയാളമാണ്. ഒറ്റക്കൊമ്പ് നാം നന്മയെ നിലനിർത്തി
തിന്മയെ വലിച്ചെറിയണം എന്ന സൂചന നൽകുന്നു. ചെറിയ വായ അല്പഭാഷണത്തിൻ്റെ സൂചനയാണ് തരുന്നത്. അഭയമുദ്രയുണ്ട് ഭഗവാനിൽ. നമുക്ക് ഈശ്വരമാർഗം മാത്രമേ ഉള്ളൂ അനുഗ്രഹമാകുന്നതും രക്ഷയാകുന്നതും. ഭയമില്ലാതെ ജീവിക്കണം എന്നൊരു കാര്യമാണ് ഈ ഒരു അഭയമുദ്ര സൂചിപ്പിക്കുന്നത്. വലിയ വയറ് ഉള്ളതാണ്, ലംബോദരനാണ്. അതായത് ഐഹികമായിട്ടുള്ള നന്മതിന്മകളെ സമ്പൂർണമായിട്ടും ദഹിപ്പിക്കാനുള്ള കഴിവ്. പുണ്യവും പാപവും നന്മയും തിന്മയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നൊരു സൂചന നമുക്ക് തരുന്നു. വലിയ തലയാണുള്ളത്. അത് ഉയർന്ന ചിന്തയെ സൂചിപ്പിക്കുന്നു, നല്ല ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ചെറിയ കണ്ണുകളാണ്, വളരെ അധികം ഏകാഗ്രതയുള്ളതാണ്, അതിൻ്റെ ലക്ഷണമാണിത്. കയ്യിൽ മഴുവുണ്ട്. ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ബന്ധനങ്ങളുടെ കെട്ടുപാടുകളൊക്കെ മുറിച്ചു മാറ്റി നമ്മളെ മോക്ഷത്തിലേക്ക് അത് നയിക്കുന്നു. തുമ്പിക്കൈ എന്നത് ശക്തിയും കാര്യപ്രാപ്തിയും ചേർന്നതാണ്. മോദകമുണ്ട് കയ്യിൽ. അത് ആ ഒരു പേരിൽ തന്നെ, മോദം എന്ന് പറഞ്ഞാൽ ആനന്ദം, ആനന്ദം ജനിപ്പിക്കുന്നു. സാധനയുടെ ഫലമാണത്, സാധനയുടെ ഒരു സാഫല്യമാണ് ആ ഫലം. അപ്പോൾ നമുക്ക് ആനന്ദമാണ്, ഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് മോദം, ആനന്ദം. ആ പരമാനന്ദം എന്താണെന്ന് നാം അറിയാനായിട്ട് ഈ ഗണേശ പൂജയിലൂടെ സാധ്യമാണ്. അതുപോലെ ഭഗവാന്റെ താഴെയായിട്ട് നമുക്ക് കാണാം പ്രസാദം വച്ചിട്ടുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കാൽ കീഴിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ മോദകമേന്തി നിൽക്കുന്ന എലിയെ നമുക്ക് കാണാം. ഭഗവാനിലേക്ക് ചേർന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു എലി. എലിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ചലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, അടങ്ങിയിരിക്കില്ല. അത് നമ്മുടെ ഉള്ളിലെ കാമങ്ങളാണ്. അത് അടക്കം ചെയ്ത് ഭഗവാനിലേക്ക് ഉറ്റുനോക്കി ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെയായി നമുക്ക് എല്ലാറ്റിനും ഒരു നിയന്ത്രണം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു ആനന്ദമാണ് ലഭിക്കുക. അതാണ് മോദകമേന്തിക്കൊണ്ട് നിൽക്കുന്ന എലി. അതല്ലെങ്കിൽ തൊഴുതു പിടിച്ച് നിൽക്കുന്ന ഒരു എലിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഒരു ആത്മസമർപ്പണം വന്നു കഴിഞ്ഞാൽ ഈ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ്, ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ശാന്തമാകും എന്നൊരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഗണേശൻ്റെ കാലുകൾ ചേർത്താണ് വെച്ചിരിക്കുന്നത്, പാദങ്ങൾ തമ്മിൽ സ്പർശിച്ചാണ് ഇരിക്കുന്നത്. അവിടെ മനോബുദ്ധികൾ ചേർന്ന് വരുമ്പോൾ ഏകാഗ്രത ലഭിക്കുന്നു എന്നൊരു കാര്യം കൂടി നമ്മെ മനസ്സിലാക്കി തരുന്നു. ഭഗവാന് ഇഷ്ടമുള്ളത് മുക്കുറ്റിയും കറുകയും ഒക്കെയാണ്. ഇതെല്ലാം വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉള്ള പൂവും ചെടിയുമൊക്കെയാണ്. ഇലകളൊക്കെ ധാരാളം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ അതിനകത്ത് അർച്ചിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ, കറുകയിലൊക്കെ ധാരാളം ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഒരുപാട് നല്ല നമുക്ക് ശ്വസിച്ച് ഗുണം വരുന്നതാണ് മുക്കുറ്റിയുടെ കാര്യങ്ങൾ. അതൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. അപ്പോൾ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു പുകയെന്ന് പറയുന്നത് അന്തരീക്ഷത്തെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ഒരുപാട് നല്ല വസ്തുക്കൾ, ധാതുക്കൾ ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗണപതി പൂജ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നദീതീരത്തുള്ള കളിമണ്ണെടുത്ത് ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ ധാരാളം ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ചെടികളും അതിൻ്റെ വിത്തുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അത് ജലത്തിലേക്ക് നിമഞ്ജനം ചെയ്തു കഴിഞ്ഞാൽ ജലത്തിൽ തന്നെ ചേരുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നൊരു സങ്കല്പം അതിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ടാണ് വലിയ ഗണേശ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അതിലെല്ലാം
ഒരുപാട് പെയിൻറ്റും ഒക്കെ അടിച്ച് തിരിച്ച് ഈ ജലത്തിലേക്ക് കൊണ്ട് വിടുമ്പോഴേക്കും മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും എല്ലാം ദോഷകരമാണ്. നേരത്തെ അരിമാവ് കൊണ്ടുണ്ടാക്കിയാൽ നല്ലതാണ്. അതുപോലെ കളിമണ്ണോ അങ്ങനെയൊക്കെയുള്ള പ്രകൃതിക്ക് യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ മനുഷ്യൻ ഗണേശ പൂജയുടെ പേരിൽ ധാരാളം വലിയ 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 വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഉടഞ്ഞ് നദീതീരത്തൊക്കെ അടിഞ്ഞു കിടക്കുന്നു. ജലജീവികളുടെ ജീവന് തന്നെ അത് ഭീഷണിയായിട്ട് മാറുകയാണ്. പൂജയെന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് പങ്കെടുത്ത് സന്തോഷമായിട്ട് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത വിധത്തിൽ അവനവനും ഗുണകരമായിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് ഈ ഹോമത്തിനും ഒക്കെ അർച്ചിച്ച് എല്ലാ തരത്തിലും മനസ്സിനും ഒരു പ്രസാദം ലഭിക്കുക, ശരീരത്തിനും ഗുണം ലഭിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു പണ്ട് കാലത്ത് ഇതിലൊക്കെ അടങ്ങിയിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് വേറെന്തൊക്കെയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതിൻ്റെയൊക്കെ എന്തിനാണിതൊക്കെ ആഘോഷിക്കുന്നത്, എന്താണ് ഈ ഗണേശ തത്വം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരുന്നു. ഹരി ഓം തത്സ. നന്ദി, നമസ്കാരം.